എല്ലാവർക്കും നമസ്കാരം. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെയാണ് അല്ലേ നമ്മൾ ഈ കോണ്ടന്റ് വീഡിയോസിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ടീച്ചർക്ക് പറയാനുള്ളത്, നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലൊരു കവിതയുണ്ട്. മനോഹരമായ കുമാരനാശാന്റെ ഒരു കവിതയാണ്. കവിതയുടെ പേരാണ് പരിക്കേറ്റ കുട്ടി. പരിക്കുകൾ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പരിക്കേറ്റ കുട്ടിയുടെ അടുത്തേക്ക് അമ്മ ഓടി വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചാണ് കവിത. ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ കവിതയുടെ മാത്രമല്ല, ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കൂ. ഏതെഴുതിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് കവിത വന്നാലും ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറ്റും കേട്ടോ. നോക്കൂ, ആദ്യം തന്നെ നമ്മൾ ഏതാണ് കവിത എന്നും ആരാണത് എഴുതിയെന്നും നമുക്കറിയണം. മലയാളത്തിൻ്റെ പ്രിയ കവി കുമാരനാശാന്റെ അതിമനോഹരമായ ഒരു കവിതയാണ് പരിക്കേറ്റ കുട്ടി. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന ആശാന്റെ മറ്റു കവിതകളിലെ പോലെ ഈ കവിതയിലും കാണുന്നത് സ്നേഹമാണ്. നല്ലൊരു തുടക്കം ടീച്ചർ കൊടുത്തേ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം. ആരും തമ്മിലുള്ള സ്നേഹമാണ്? അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം. സാധാരണ പല പരിക്കുകളും പറ്റുന്ന പ്രായമാണ് കുട്ടിക്കാലം. അങ്ങനെ പല പല മുറിവുകൾ പറ്റുന്ന ഒരു കുട്ടിയുടെയും കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന അമ്മയുടെയും മനോഹരമായ ഒരു ചിത്രം പരിക്കേറ്റ കുട്ടി എന്ന കവിതയിൽ കാണുന്നു. അതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന് അമ്മ പറയുകയാണ്, കരൾവാടി അല്ലേ, കരൾവാടി പുരികവും എന്നാണേ, പുരികവും കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ച് നീ കരയില്ലേ, അമ്മ വരികയാണ്. പിന്നീട് മുറിവുകൾ ഓരോന്നായി അമ്മ പനനീർ പൂവിന്റെ ചെറുമുള്ളയേറ്റ് മുറിഞ്ഞു വരുന്ന കുരുന്നുവിരലും അമ്മ നോക്കുകയാണ് കേട്ടോ. ഓരോന്നായി അമ്മ നോക്കുകയാണ്. എന്താ പരിക്ക്? പനനീർ പൂവിന്റെ ചെറുമുള്ളയേറ്റ് മുറിഞ്ഞ് കുരുന്നുവിരലും ഒറ്റയ്ക്ക് തൈമാവിൽ കയറി വീണപ്പോൾ കാൽമുട്ടുകൾ ചതഞ്ഞതും ഒരു പടം മറച്ചിട്ടപ്പോൾ പൊന്നിൻ നിറുകയ്ക്ക് മുറിവ് പറ്റിയതും മുറിയിലെ കട്ടിന്മേൽ കയറി തുള്ളി കളിച്ചപ്പോൾ തറയിൽ വീണ് പൂങ്കവിളിന് പറ്റിയ മുറിവും അമ്മ കാണുകയാണ്. ആ സമയം അമ്മ കുഞ്ഞിനെ ചീത്ത പറയുന്നില്ല. പകരം, കുഞ്ഞേ കരയേണ്ട, ഞാൻ നിന്നെ തല്ലില്ല, ഈ നോവെല്ലാം അകന്നു പോകും. നീ കളിച്ചപ്പോൾ അറിയാതെ പറ്റിയ മുറിവല്ലേ, ഈ മുറിവ് നിനക്കൊരലങ്കാരമാണ് ഉണ്ണി എന്നും അമ്മ പറയുന്നു. എന്നിട്ട് ഓരോ മുറിവിലും അമ്മ ചുംബിച്ചിടുന്നു. അപ്പോൾ പൂവിൽ വണ്ടായിട്ടാണ് അമ്മയുടെ ചുംബനത്തെ കവി കാണുന്നത്. ആ സമയം കുഞ്ഞിൻ്റെ മുഖം കാർമേഘം നീങ്ങിയ ചന്ദ്രനെ പോലെ തെളിഞ്ഞു കാണുന്നു എന്നും കവി പറയുന്നു. ഏതൊരാൾക്കും വായിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലാണ് കവിതയുടെ ഭാഷ. മനോഹരമായ പ്രയോഗ ഭംഗി കൊണ്ട്, ശബ്ദഭംഗി കൊണ്ടും താളഭംഗി കൊണ്ടും സമ്പന്നമായ ഈ കവിതയിൽ ചില ഉപമകളുണ്ട്. കുഞ്ഞിന് പരിക്ക് പറ്റി ഓടി വരുന്ന അമ്മ ആ മുറിവിലെല്ലാം ചുംബിക്കുന്നുണ്ട്. ടീച്ചർ ഈ കഥ ഈ ഒരു വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, മറ്റൊരു വീഡിയോയിൽ, നിങ്ങൾ അത് നോക്കണം കേട്ടോ. ചുംബിക്കുമ്പോൾ ആ ചുംബനത്തെ പൂവിൽ വന്നിരിക്കുന്ന വണ്ടിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടിയുടെ ഭാവവ്യത്യാസത്തെക്കുറിച്ച് പറയുന്നതും. കാർമേഘം വന്നു മൂടിയ ചന്ദ്രൻ തെളിയുന്നത് പോലെയാണ് കുട്ടിയുടെ മുഖത്തുള്ള സങ്കടം മാറി സന്തോഷമായത്. കളിക്കുമ്പോൾ അറിയാതെ പറ്റിയ മുറിവുകൾ കുഞ്ഞിന് ഒരു അലങ്കാരമാണെന്നും കവി പറഞ്ഞിരിക്കുന്നത് വളരെ വ്യത്യസ്തമായി തോന്നി. സ്ഫുരിച്ച പുഷ്പത്തെ അളിപോലെ കുട്ടി ചിരിച്ചാൽ കാർനീങ്ങും ശശി പോലെ എന്ന വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം തുടക്കത്തിൽ പേടിച്ചു നിന്ന കുട്ടിയെ അമ്മ ആശ്വസിപ്പിക്കുകയും അമ്മ ചുംബിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കാർമേഘമൊഴിഞ്ഞ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു. അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് ഓരോ കുട്ടിയുടെയും വേദനയുടെ മരുന്ന് എന്ന് ഈ വരികളിലൂടെ കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയിലും സുഗതകുമാരി ടീച്ചറുടെ കണ്ണൻ്റെ അമ്മ എന്ന കവിതയിലും ഇതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെ ചിത്രീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടും തീർത്തും മനോഹരമായ കവിതയാണ് പരിക്കേറ്റ കുട്ടി. കവിതയുടെ ആശയം പറഞ്ഞു, കവിതയിലുള്ള പ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിലൊരു ഉപമയുണ്ട്. അത് ഒന്ന് മറ്റൊന്നിനെ പോലെ തോന്നിക്കുന്നു എന്ന് പറയുന്നതാണ് ഉപമ അല്ലേ. അമ്മയുടെ ചുംബനത്തെ പൂവിൽ വന്നിരിക്കുന്ന വണ്ടിനെ പോലെ ഉപമിക്കുകയാണ് കവി. അപ്പോൾ ഇതിൻ്റെ മനോഹാരിത, പിന്നെ മറ്റ് കവിതകൾ, ഇതിൽ വരുന്ന മറ്റ് കവിതകളെ പറ്റിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും
ടാറ്റാ ബൈ ബൈ. അയ്യോ, അത് പറയുന്നതിന് മുൻപ് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പൃഥ്വി എന്നൊരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പാഠഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ അടിപൊളി ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.